ചാരൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ശൂരംപടയുടെ ചെമ്പടകൊട്ടി എന്ന് തുടങ്ങുന്ന ഗാനമുണ്ട്. ശൂരംപടയുടെ ചെമ്പടകൊട്ടിക്കോലം തുള്ളും താളം. ഈ ഗാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശൂരംപട ആ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് തിരുവണ്ണൂരിലാണ്. നമ്മൾ ആ പാട്ട് വലിയ ഹിറ്റാണ്. കൈതപ്രമാണ് എഴുതിയിട്ടുള്ളത്. കൈതപ്രത്തിൻ്റെ നാടാണ് തിരുവണ്ണൂർ. ഇവിടുത്തെ ഉത്സവമാണിത്. തമിഴ് പേരിനോട് സാമ്യമുള്ള മുരുകനാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്താണ് ഈ പാട്ടിൻ്റെ ഐതിഹ്യവും ഒപ്പം തന്നെ ഇവിടുത്തെ ശൂരംപടയുടെ ചരിത്രം? ശൂരംപട എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് ഉത്സവമാണ്. സാമൂതിരി കോലോത്ത് മഞ്ചൽ ചുമക്കാൻ വന്ന പോണ്ടന്മാർ അവർ തുടങ്ങിയ ഒരു ഉത്സവമാണ്. അവരിവിടെ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിനൊരു കോവിൽ, ഇപ്പോഴും നമ്മൾ കോവിൽ എന്നാണ് പറയുക. അവിടെ ഒരു ശൂലവും മറ്റൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ അവർ അവിടുന്ന് കൊണ്ട ശൂരം പോര് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ശരിക്കും തമിഴിൽ അതിൻ്റെ ഒരു റിച്വൽ. ഇവിടെ അത് ശൂരം പടയായിട്ട് മാറും. ശൂരസംഹാരം സ്കന്ദഷഷ്ടി എന്ന് പറയുന്ന തുലാമാസത്തിലെ ഷഷ്ടി എന്ന് പറയും. പക്ഷേ കാർത്തിക മാസത്തിലെ ഷഷ്ടിയായിട്ട് നിൽക്കുന്ന ഷഷ്ടിക്കാണ് ഈ പറയുന്ന എല്ലാ വർഷവും ശൂരസംഹാരം നടക്കുന്നത്. തിരുച്ചെന്തൂർ, പഴനി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഇടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. തമിഴിൽ ലോകത്ത് പോയ എല്ലായിടത്തും, സിംഗപ്പൂരിലായിക്കോട്ടെ ലണ്ടനിലായിക്കോട്ടെ, ഇങ്ങനെ എല്ലായിടത്തും അവർ ഇത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇന്നിപ്പോൾ അത് തുടങ്ങിയ ആളുകൾ ആരും ഇവിടെ ഇല്ല. ഇന്ന് ഈ നാട്ടുകാർ, ഈ നാട്ടിലെ ജാതി മത ഭേദവന്യല്ല എല്ലാ മനുഷ്യരും ഒന്നുപോലെ ചേർന്നിട്ട് ഒരു തമിഴ് സംസ്കാരത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ ഒരു തെയ്യം തിരുവനന്തപുരത്ത് കൊണ്ടുപോയി നടത്തിയിട്ട് അവിടുത്തെ ആളുകൾ തെയ്യത്തിനെ പിന്നെ ഏറ്റെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന പോലെ ഇന്ന് കേരളത്തിലെ ശൂരസംഹാരത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് തിരുവണ്ണൂരിലെ ശൂരസംഹാരം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഓരോ തിരുവണ്ണൂരുകാരുടെയും അഭിമാനമാണ്. ആ പാട്ടിൽ തന്നെ ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവണ്ണൂരിൽ എന്നുള്ള വരികളൊക്കെ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവണ്ണൂരിൽ. എന്താണ് ഈ ഒരു ഐതിഹ്യം? എന്താണ് ഈ പോരിൽ? സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനം തന്നെ ഈ താരകാസുരനെയും ശൂരപത്മാസുരനെയും വധിക്കാനാണ് സുബ്രഹ്മണ്യ സ്വാമി ജനിക്കുന്നത് തന്നെ. ഈ 6 വയസ്സിലാണ് ഈ പറയുന്ന വധങ്ങളൊക്കെ നടത്തുന്നത്. താരകാസുരനെയും ശൂരപത്മാസുരനെയൊക്കെ വധിക്കുന്ന വധങ്ങൾ. ശൂരപത്മാസുരൻ്റെ കഥ സ്കന്ദപുരാണത്തിലും താരകാസുരൻ്റെ വധ കാളിദാസൻ്റെ കുമാരസംഭവത്തിലും. പക്ഷേ അതിൽ താരകാസുര വധമൊന്നുമില്ല. ഇവിടെ പക്ഷെ അതുണ്ട്. കാളിദാസൻ്റെ കുമാരസംഭവത്തിൽ വരും കുമാരൻ സംഭവിക്കുകയാണ്. കുമാരൻ എന്തിനുണ്ടായി എന്നുള്ളതാണ് കുമാരസംഭവം എന്ന് പറയുന്ന കാവ്യം. പക്ഷേ താരകാസുരനെ ഇവിടെ വധിക്കുന്നുണ്ട്. ബാക്കി ശൂരം പോര് നടക്കുന്ന ഇടങ്ങളിലൊന്നും താരകാസുരനില്ല. സ്കന്ദപുരാണത്തിൽ പറയുന്ന ശൂരപത്മാസുരൻ്റെ മറ്റ് സഹോദരങ്ങളായ ഭാനുഗോപൻ, സിംഹമുഖൻ, ഗജമുഖാസുരൻ എന്നിങ്ങനെയൊക്കെയാണ്. പാലക്കാടൊക്കെ അങ്ങനെയുള്ളത്. എവിടെയില്ല താരകാസുരൻ. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ തിരുമേനി അതിനനുസരിച്ചിട്ട് താരകാസുരനെ ആ ഒരു എന്ന് പറയുന്ന ഒരു പ്രാസൊക്കെ ഒപ്പിച്ച് ഭംഗിയാക്കി. പിന്നെ രഞ്ജൻ പ്രമോദ്, അദ്ദേഹമാണ് തിരുവണ്ണൂർ, അദ്ദേഹം വളർന്ന നാടാണ്. അദ്ദേഹമാണ് ഈ സ്ക്രിപ്റ്റ് നരനിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നത്. അദ്ദേഹമാണ് ഈ സിനിമയിൽ പാട്ട് എഴുതാൻ. അവർ തമ്മിലുള്ള കഥകളൊക്കെ എന്നോട് കുറേ രസകരമായിട്ട് ഞാൻ അറിയാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ലാലേട്ടൻ അഭിനയിച്ചോടുകൂടി പിന്നെ എന്തെങ്കിലും പറയണോ? ഈ കോലം എങ്ങനെയാണ്? കോലങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. കോലങ്ങൾ തമ്മിൽ ഇതാ താരകാസുരൻ, ശൂരപത്മാസുരൻ അത് തമ്മിലും പിന്നെ അതുപോലെ വീരബാഹുവനുണ്ട്. ഇങ്ങനെയാണ് കോലങ്ങൾ വലിയ രൂപത്തിൽ. അത് വർഷാവർഷം ഉണ്ടാക്കുന്നത്. തേര്, രഥങ്ങളാണ് പിന്നുള്ളത്. ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും രഥങ്ങളാണ്. ഇത് ഓരോ വർഷം എടുക്കുന്ന കുട്ടികൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് തോന്നിയ പോലെ എന്ന് വെച്ചാൽ ഭംഗിപൂർവ്വം, തോന്നിയ പോലെ എന്ന് പറഞ്ഞ വാക്കിനെ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് എങ്ങനെ തോന്നുന്നു, അവരുടെ തോന്നൽ, അവരുടെ ഭാവന, അവരുടെ ഇമാജിനേഷനൊക്കെ. പ്രത്യേകിച്ച് അവരിപ്പോൾ പുതിയൊരു കാലത്ത് ഒരു ട്രെൻഡിങ് ഒരു ഫിലിം വന്നു വിചാരിക്കുക. അതിനുള്ള എങ്ങനെയൊക്കെ ഇതിനെ കൊണ്ടുവരാൻ അവരുടെ ഒരു ക്രിയേഷൻ. അത് യുവാക്കൾ മാത്രമാണ്. പിന്നെ കുറച്ച് പേര് ഇപ്പോഴും പഴയ കാലത്ത് ഉള്ളവരും ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ ഒരു പരിപാടിയിൽ. അത് മാത്രമല്ല, ഇത് കണ്ടാലറിയാലോ, ഇതൊരു സാഹസികമായ ഒരു വിനോദം കൂടിയാണ്, കായിക വിനോദം കൂടിയാണ്. ഏതായാലും തിരുവണ്ണൂരിലെ നാട്ടിലെ ജനങ്ങളുടെ ഉത്സവമാണ് ശൂരംപട. ആ ശൂരംപടയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്.